പ്രൈസ് ഗോഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. തുടർമാനമായിട്ട് നടക്കുന്ന ഈ ലൈവ് മീറ്റിംഗിൽ വളരെ പ്രാർത്ഥനയോടെ നിരന്തരമായി കയറുന്ന എല്ലാ ദൈവമക്കളുടെ മേലും അസാധാരണമായ വചനത്തിലൂടെയുള്ള വിടുതലുകളെ പരിശുദ്ധാത്മാവ് അയച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഇന്ന് പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ അവസ്ഥകളെ ചേഞ്ചാക്കുന്ന ചില ദൈവിക ദൂതിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ നിങ്ങളായിരിക്കുക. നിങ്ങൾ വീടിനകത്താണെങ്കിലും ഓഫീസിനകത്താണെങ്കിലും യാത്രയിൽ എവിടെയായാലും അല്പം സമർപ്പണത്തോടെ നിങ്ങളായിരിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഒരു ദൈവിക സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മണിക്കൂറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ലൈവിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തിടുക. ആമേൻ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. സാധാരണമായ ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്യുന്നു. ആയിരങ്ങൾക്കത് വിടുതലായി മാറുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സമയം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ദൈവശബ്ദമാണ് അവിടെ പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക. കുറെ കാലത്തേക്ക് യേശുവിനെ പിശാച് വിട്ടു മാറി. അപ്പോൾ കുറെ കാലത്തേക്ക്, ആ കാലം എന്ന വാക്കുകൾക്ക് ക്രോണോസ് അല്ലെങ്കിൽ കൈറോസ് എന്ന ഒരു പ്രധാനപ്പെട്ട പദം അവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ മീറ്റിംഗിലൂടെ ദൈവം നിങ്ങളെ സ്പർശിക്കാൻ പോകുകയാണ്. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് എന്നുള്ളത് വിഷയമല്ല. ഈ വചനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നെങ്കിൽ ദൈവിക സ്പർശനം നടക്കാൻ പോകുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു വിടുതലല്ല, അതിനപ്പുറത്ത് നിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതം ഈ മീറ്റിംഗിലൂടെ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഒരിക്കൽ കൂടി പറഞ്ഞാൽ നിന്റെ ആത്മീക ശുശ്രൂഷകളെ മുഴുവനും മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതം ഇതിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. നിന്റെ ആത്മീക ജീവിതം മുഴുവനും, ഭൗതിക ജീവിതം മുഴുവനും മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതം ഈ മീറ്റിംഗിലൂടെ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഇവിടെ യേശുവിന്റെ ജീവിതത്തിൽ അടുത്ത ചില സംഭവങ്ങൾ നടക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് തികയ്ക്കുന്നത് വരെ പിശാച് മാറിപ്പോയി. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളുടെ ആരംഭത്തിലേക്ക് വരുമ്പോൾ തന്നെ യേശു സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അതിനുശേഷം ഒരു 40 ദിവസം നമുക്കറിയാം അസാധാരണമായ ഒരു വെല്ലുവിളിക്കകത്തേക്ക്, ഒരു പൈശാചിക ശക്തിയുടെ പോരാട്ടങ്ങളുടെ നടുവിലേക്ക് യേശു ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ യേശുവിൽ നിന്ന് അല്പകാലം പിശാച് വിട്ടുമാറിപ്പോകുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റും. ചൂടാരാഭസ്മനാദിയ വൈഡപ്രവചനഗച്ഛസ്മനാദിയ. വിശ്വസിക്കുന്നവൻ ആമേൻ പറയണം. അപ്പോൾ അല്പകാലത്തേക്ക് പിശാച് വിട്ടുമാറി. യേശുവിനെ തകർക്കാനും, യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാനും, യേശുവിന്റെ സ്പിരിച്വൽ മിനിസ്ട്രിയെ മുഴുവനും മരുഭൂമിക്കകത്ത് തകർക്കാൻ കയറി വന്ന ലൂസിഫറും സൈന്യവും അല്പകാലത്തേക്ക് വിട്ടുമാറി. അപ്പൊ യേശുവിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന പൈശാചിക ശക്തികൾ പറഞ്ഞ നരകത്തിലെ സകല വിദ്വാൻമാരും യേശുവിനെ അന്ന് ആക്രമിക്കാൻ വരികയാണ്. എല്ലാ ശക്തികളും ആക്രമിക്കാൻ വന്നെങ്കിലും വന്നതുപോലെ സകല ശക്തികളും യേശുവിനെ വിട്ടുമാറി കുറെ കാലത്തേക്ക്. ഈ രാവിലെ സമയം ചില കുടുംബങ്ങളും ചില വ്യക്തികളുടെ ഉള്ളിലും ഒരു ചിന്തയുണ്ട്, എന്നും ഞാൻ പിശാചിനോട് യുദ്ധം ചെയ്ത് എന്നും പിശാചിന്റെ പോരാട്ടത്തിൽ കിടക്കണമോ എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ
കർത്താവ് പറയുകയാ, എന്നും പോരാട്ടമല്ല, എന്നേക്കുമായി അതാ വിട്ടുമാറുന്ന തരത്തിലൊരു ദൈവപ്രവൃത്തി വരാൻ പോകുകയാ. പ്രാപിച്ചേ യേശുവിന്റെ നാമം ചൊല്ലി പ്രാപിച്ചേ. അല്പകാലത്തേക്ക് പിശാച് യേശുവിനെ വിട്ടുമാറിയെങ്കിൽ അതിന്റെ അർത്ഥം അടുത്ത ശുശ്രൂഷ തികയ്ക്കുന്നത് വരെ പിശാചിന് പിന്നെ അടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ രാവിലെ സമയം വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. നിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ആത്മീക അനുഭവങ്ങളെ മുഴുവനും പകർക്കാൻ കേറി വന്ന ചിലത് എന്നേക്കുമായി വിട്ടുമാറുകയാ. പ്രാപിക്കാൻ പറ്റുന്നവർ പ്രാപിച്ചോ. ദൈവമക്കളുടെ ജീവിതത്തിന്റെ അകത്തൊരു ചിന്തയാൻ പറഞ്ഞത്, എപ്പോഴും പ്രശ്നം, എപ്പോഴും പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ, പൈശാചിക അറ്റാക്കുകൾ, മന്ത്രവാദികളുടെ പോരാട്ടങ്ങൾ, ആഭിചാരകന്മാർ തകർക്കാൻ നോക്കുന്നു. എന്നും പോരാട്ടമാണോ? എന്നാൽ കർത്താവ് പറയുന്നു, എന്നും പ്രതികൂലത്തിലൂടെ പോകുന്ന ഒരു മനോഭാവം സകല ഉള്ളിലുണ്ടെന്നാൽ ഇന്നത്തെ രാവിലത്തെ ഈ മിനിറ്റ് നടക്കുമ്പോൾ എൻ്റെ ജനത്തോട് പറയാൻ കർത്താവ് പറഞ്ഞു, എൻ്റെ ജനത്തിന് ഞാൻ സ്വസ്ഥത കൊടുക്കാൻ പോകുകയാ. രാമൻ പറഞ്ഞു, ഞാൻ അവർക്ക് സ്വസ്ഥത നൽകാൻ പോകുകയാ. എന്തിനാണ് സ്വസ്ഥത നൽകുന്നത്? പിശാച് ആക്രമിക്കുന്ന ഒരു സമയമുണ്ട്, പിശാച് അറ്റാക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ട്. എന്നാൽ എന്നും അറ്റാക്കിൽ കിടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഈ പകലിൽ നിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്തുള്ള പൈശാചിക അറ്റാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാറുന്നു. കരമടിച്ച് ശക്തിയോടെ സ്തുതിച്ചോ. നിന്റെ ആത്മീക ജീവിതത്തിന്റെ ഇടയിൽ ആ പോരാട്ടത്തെ കർത്താവ് അഴിച്ചു കളയുകയാ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. കുഞ്ഞുങ്ങളുടെ ലൈഫിലുള്ള പോരാട്ടം അഴിഞ്ഞു മാറുക. ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ മാറിപ്പോവുക. എന്നും പ്രശ്നത്തിൽ തന്നെ ജീവിക്കാനല്ല എൻ്റെ ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് വായിച്ച തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അവൻ അല്പകാലത്തേക്ക് മാറാൻ പോകുകയാണ്. ഈ സമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ടത് മുഴുവനും ചെയ്തു തീർക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ പോകുകയാണ്. യേശു 40 ദിവസം പിശാചിനോട് പോരാടി. ആകെ 3.5 വർഷം മാത്രമേ ശുശ്രൂഷയ്ക്കുള്ളൂ യേശുവിന് ഈ ഭൂമിയിൽ. ആ സമയം കൊണ്ട് ഈ ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുക യേശുവിന് ഈ ഭൂമിയിൽ ചെയ്യാൻ കൊടുത്ത ഗ്ലോറിയസ് മിനിസ്ട്രി 3.5 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നും യേശു പിശാചിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെ കർത്താവിന് സ്പിരിച്വൽ മിനിസ്ട്രി ചെയ്യാൻ പറ്റും? എന്നും പൈശാചിക ശക്തിയെ ശാസിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെ ആ ദേശങ്ങൾ മുഴുവൻ പിടിവിക്കപ്പെടും? അതുകൊണ്ട് പൈശാചിക ശക്തിയുടെ വെല്ലുവിളികളെ ആ മരുഭൂമിയിൽ വച്ച് ദൈവവചനത്തിന്റെ ശക്തിയാൽ മാറ്റിക്കൊണ്ട് 3.5 കൊല്ലത്തെ സ്പിരിച്വൽ മിനിസ്ട്രി അസാധാരണമായി യേശു ചെയ്തെടുത്തെങ്കിൽ, അതിനെ പൂർത്തീകരിച്ചെങ്കിൽ, ഈ രാവിലെ സമയം നിന്റെ ജീവിതത്തിന്റെ അകത്ത് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പുകളെ ചെയ്യാൻ അനുവദിക്കാതെ നിന്നെ തടയാൻ വന്നുകൊണ്ടിരുന്ന ചില ശക്തികൾ എന്നേക്കുമായി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. കരമടിച്ച് അന്യഭാഷ പറ. അധുരഘടക വൈശസ്മനാദിയ അർത്ഥൽ കമനഘടക സ്മനാദിയ. ഒരു കാര്യം പോലും ചെയ്തു പൂർത്തീകരിക്കാൻ പറ്റാതെ ഇതിനകത്ത് കേൾക്കുന്ന ചിലരോട് പറയുന്നു, നിന്നിലും നിന്റെ കുടുംബത്തിലും പഠനമാകട്ടെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയിൽ കയറിയാൽ അതും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നിന്റെ മുന്നോട്ടുള്ള യാത്രകളെ തടഞ്ഞു വച്ച പാരമ്പര്യ ശക്തികൾ, ജാതീയ ശക്തികൾ, പൗരോഹിത്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയുന്നു.
കരമടിച്ച് അന്യഭാഷ പറ. കർത്താവ് പറയുന്നു ചില കുടുംബങ്ങളോട്, നിന്റെ വിദ്യാഭ്യാസ കാലത്തും നിന്റെ ജോലി മേഖലയിലും നിന്റെ ഭാവിയുടെ മേലും 3 കാലഘട്ടങ്ങളായി പിശാചിനെ തടഞ്ഞ് പോരാടിയത് ഇന്നത്തെ പകലത്തെ മീറ്റിംഗില് എന്നേക്കും അത് അഴിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ തുടങ്ങി വച്ചത് പൂർത്തീകരിക്കാൻ പോവുകയാ. അത് പഠനമായാലും ജോലിയാണെങ്കിലും ജീവിതത്തിന്റെ ഭാവി മേഖലയാണെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയാതെ, സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ നിന്നെ തടഞ്ഞത് യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. കരമടിച്ച് അന്യഭാഷ പറ. ഈ സമയം തന്നെ കേട്ടോണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ അവര് തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നു. ആ വിഷയത്തിൽ ഒരു നീക്കുപോക്ക് വരാൻ പോവുകയാ. ജോലി മേഖലയെ കുറിച്ച് ഭാരപ്പെടുന്നു. ഇപ്പോൾ അതിന് നീക്കുപോക്ക് വരാൻ പോവുകയാ. കുടുംബ ജീവിതത്തിന്റെ അകത്ത് സന്തോഷം നഷ്ടപ്പെട്ടു മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാതെ നിന്നെ തടഞ്ഞ പൈശാചിക പോര് യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു, അഴിയുന്നു, അഴിയുന്നു. റബന ഘടകമന ഉടകമന ഹന്തൽ പ്രവചന ഹസ്തൽ കമാനിയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഏത് കാര്യത്തിനും മുന്നോട്ടൊരു സ്റ്റെപ്പ് വച്ചാൽ അതിനെ തടയുന്ന ചില അന്യാരാധന ശക്തികൾ, പൈശാചിക പോരികൾ ഇന്ന് രാവിലെ ഈ മീറ്റിംഗ് നീ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കരമടിച്ച് ആരാധിച്ചേറ്റെടുത്തു. ആ കെട്ട് ഇപ്പോൾ അഴിഞ്ഞു മാറുകയാ. ചൂടവരം തൽ കമന രഗതന വൈശ്യസ്മനയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപവസിക്കാൻ മരുഭൂമി കയറി. ആ സമയം തൊട്ട് 3.5 കൊല്ലം അസാധാരണമായി മിനിസ്ട്രി നടക്കേണ്ടതാ. ആമേൻ. എന്നും മരുഭൂമിയിൽ പോരാടിക്കൊണ്ട് സമയം തീർക്കാൻ പറ്റത്തില്ല. ദൈവവചനത്താൽ പിശാചിനെ ശാസിച്ചു. ആമേൻ. എന്ന് പറഞ്ഞാൽ എന്നും പിശാചിനോട് പോരാടിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കും, എങ്ങനെ രോഗികളെ സൗഖ്യമാക്കും, എങ്ങനെ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കും, എങ്ങനെ മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റും, എങ്ങനെ കുരുട്ട് കണ്ണുകളെ തുറക്കാൻ പറ്റും, അതിന് സമയം കണ്ടെത്തണ്ടേ. എന്നും പിശാചിനോട് മല്ല് പിടിച്ചോണ്ടിരിക്കണ്ടേ വന്നാലോ പിന്നെ മുന്നോട്ടുള്ള ശുശ്രൂഷ നടക്കുവോ? ഈ രാവിലെ പറഞ്ഞത് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ കുറിച്ച് ദൈവമിട്ട ആത്മീകത്തിലും ഭൗതികത്തിലുമുള്ള പദ്ധതികളെ മുന്നോട്ട് പോകാൻ കഴിയാതെ വർഷങ്ങൾ കൊണ്ട് എന്നും പോരാടുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം നിന്നെ വിടിവിച്ചൊരു സ്വസ്ഥത ഇപ്പോൾ സംഭവിക്കുന്നു. പ്രാപിക്ക്. അതരഘടക മനഘടക പ്രവചനഗച്ഛസ്മന റീപാനഗച്ഛസ്മന. ഈ പകലിൽ വിളിച്ചു പറയോ ദൈവാത്മാവ്, പിശാചുമായി മല്ല് പിടിക്കാനല്ല, ദൈവത്തിന്റെ പ്രവൃത്തി തികയ്ക്കാൻ ചിലരെ ദൈവ കെട്ടഴിച്ചു പുറത്തുകൊണ്ടിരികയാ. ദൈവപ്രവൃത്തി ദേശങ്ങളിൽ വെളിപ്പെടുത്താൻ ഇനി നിന്നെ അവിടെ തടയാൻ സാത്താന് പറ്റത്തില്ല. ഒരു വീട്ടിൽ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു ജോലി സ്ഥലത്ത് ഒതുക്കാൻ പറ്റത്തില്ല. അടകമന ഹതുര പ്രവസിയ. നിന്റെ സമയങ്ങൾ മുഴുവനും ലോക്കാക്കി വെച്ചുകൊണ്ട് വീടിനകത്ത് അടച്ചു പൂട്ടി സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നെ ഒതുക്കി വച്ചിടത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരിക. കരമടിച്ച് ഏറ്റെടുത്തോ. ഞാൻ പരിശുദ്ധാത്മാവിൽ ലൈവ് കാണുന്നവരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത ഈ പകലിൽ ദൈവം കൽപ്പിക്കാൻ പോകയാ. എന്തിനാ സ്വസ്ഥത കൽപ്പിക്കുന്നത്? നിന്റെ മേൽ ദൈവം വിളിച്ചൊരു വിളി, നിന്റെ മേൽ വിളിച്ച ആ വിളിക്കകത്തുള്ള ശുശ്രൂഷ വെളിപ്പെടുത്താൻ വേണ്ടി അല്പകാലത്തേക്ക് ദൈവം സ്വസ്ഥത നൽകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിനെ സ്വീകരിച്ചോ. അടകമന ഹന്തൽ പ്രവചന ഘടകസ്മനാദി അതരഘടകൽ കമാനിയ. എന്നും പിശാചിനോട് മല്ലു പിടിച്ചോണ്ടിരുന്നാൽ, എന്നും ലൂസിഫറുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ യേശുവിന് വേറെ ശുശ്രൂഷകൾ ചെയ്യാൻ സമയം കിട്ടത്തില്ല. കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കണ്ടേ, ശിഷ്യന്മാരെ നിയമിക്കണ്ടേ, ശിഷ്യന്മാരെ പഠിപ്പിക്കണ്ടേ, ഗദസമനയിലും ഗബത്തയിലും കാൽവറിയിലും എത്തണ്ടേ. ഒത്തിരി കാര്യങ്ങൾ യേശുവിന് ചെയ്യാനുണ്ട്. അതിനൊന്നും സമയം കിട്ടാതെ വന്നേനെ. ഈ രാവിലെ ദൈവാത്മം ഇടപെടുക.
നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടിയ ശുശ്രൂഷകൾ വെളിപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി എന്നും രാവിലെ ആകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കൊണ്ടുവന്നിട്ട് അതിന്റെ പിന്നാലെ ഉടമനഘടക സമയം മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പിന്നാലെ പോകാൻ വേണ്ടി നിന്റെ ജീവിതത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. അവർക്ക് വിടുതൽ പ്രഖ്യാപിക്കാനാണ് ഈ മീറ്റിംഗ് ഈ രാവിലെ ലൈവിൽ നടക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൂതറ്റെടുത്തു പ്രാർത്ഥിച്ചോ. നീ ചെയ്യേണ്ടത്, ചെയ്യാൻ അനുവദിക്കാതെ പോരാടിയ ചില വെല്ലുവിളികൾ മാറുകയാ, യേശുവിന്റെ നാമത്തിൽ മാറുകയാ. അടകാരകതന വൈഡ പ്രവചന അർദ്ധമരന്തൽ കമനകരകതേ ഉടനാലക രീമ ശബ്ദൽ കമനകരകതേ അടകചാലം ഭീമ ശമന കരമടി ചന്യവാച്ചവറ. നീ ചെയ്യേണ്ടത് ചെയ്യിക്കാൻ അനുവദിക്കാതെ ആമൻ കുടുംബത്തിനകത്ത് പ്രശ്നമിട്ട്, ചുറ്റുപാടുള്ളവരുമായി പ്രശ്നമിട്ട്, അല്ലെങ്കിൽ ഫോൺ കോളുകൾ ആമൻ നിനക്ക് വിരോധമായി വന്ന് മാനസികമായി ശാരീരികമായി നിന്നെ തളർത്തി, എത്ര കഴിവുണ്ടെങ്കിലും നിന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ അനുവദിക്കാതെ ഒതുക്കി വച്ചൊരു മേഖലയിൽ ഇപ്പോൾ ഈ വചനം ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരികയാ. ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് കരമടിച്ചങ്ങ് ഏറ്റെടുത്തോ. ഈ മണിക്കൂറിൽ നീ പുറത്തു വരിക. അസാധാരണമായി വർഷങ്ങൾ കൊണ്ട് തടയപ്പെട്ട ചില ദൈവപ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കാൻ നിന്നെ ദൈവം പുറത്തെടുക്കുക. ദൂത് വിശ്വസിക്കുന്നവൻ ആമയും പറഞ്ഞ് സ്വീകരിച്ചോ. ഈ രാവിലെ കുടുംബങ്ങളെ വിട്ട് പിശാച് മാറേണ്ടിയ സമയമായി, കുഞ്ഞുങ്ങളെ വിട്ട് മാറേണ്ടിയ സമയമായി, ഭർത്താക്കന്മാരെ വിട്ട് മാറേണ്ട സമയമായി, മാതാപിതാക്കളെ വിട്ട് മാറേണ്ട സമയമായി, നിന്റെ വീട്ടിനകത്തുള്ളവരുടെ മേൽ നിന്ന് പൈശാചിക തന്ത്രങ്ങൾ പൊട്ടിമാറാൻ സമയമായി. എന്താ സമയമായെന്ന് പറയാൻ കാരണം, നിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോകയാ. നിന്റെ സ്പിരിച്വൽ മിനിസ്ട്രി അതിശക്തമായി ആരംഭിക്കാൻ പോകയാ. പ്രതിസന്ധി തുടങ്ങിയ പിന്നെ നേരെവണ്ണം പ്രാർത്ഥിക്കാനോ വചനം വായിക്കാനോ ഉണർന്നിരിക്കാനോ പറ്റാതെ അതിന്റെ വിഷമം വേറെ, ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് നിൽക്കാനല്ല നിന്നെ വിളിച്ചത്. ഇപ്പോൾ വചനം നിന്റെ അടുക്കലെത്തുമ്പോൾ വിടുതലിന്റെ ശബ്ദം വരുക. നീ പുറത്തു വരികയാ, നീ പുറത്തു വരികയാ. ആ പൈശാചിക വെല്ലുവിളി മാറാൻ സമയമായി. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് ആത്മാവിൽ നിനക്കുള്ള പ്രവചന ദൂത, ഈ ലൈവിൽ ഇരിക്കുന്നവർക്കുള്ള പ്രവചന ദൂത, ഈ മെസ്സേജ് കേൾക്കുന്നവർക്കുള്ള ദൂത, നീ പുറത്തു വരാൻ സമയമായി. ആ വെല്ലുവിളി അവിടെ നിന്ന് മാറാൻ പോകയാ. അതര ഘടകസ്മനായി ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി നിന്നെ തളച്ചിടാൻ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, നിന്നിലുള്ള കൃപാവരത്തെ, നിന്നിലുള്ള അഭിഷേകത്തെ, നിന്നിൽ തന്നിരിക്കുന്ന താലന്തുകളെ, റാത്തലുകളെയൊക്കെ മറച്ചു വച്ചുകൊണ്ട് നീ ഒരിക്കലും പുറത്തു വരരുന്ന് പറഞ്ഞുകൊണ്ട് പൈശാചിക ശക്തികൾ വ്യക്തികളെ ഇളക്കിവിട്ട്, സാഹചര്യങ്ങളെ ഇളക്കിവിട്ട ആ വെല്ലുവിളി മാറാൻ സമയമായി. കരമടിച്ച് നിന്റെ ദൂതിനെ സ്വീകരിച്ചോ, ഏറ്റെടുത്തോ, പിടിച്ചെടുത്തോ. ഇപ്പോൾ സാഹചര്യം പൊട്ടിമാറുകയാണ്.